ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അമ്മച്ചി ഭയങ്കര ഉഷാറാ. അതെ, നമ്മുടെ വീട്ടിൽ പോകാൻ തുടങ്ങാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ അമ്മ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ കിൻഡിൽ സാധനം കൊണ്ടുപോകത്തില്ലേ, ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, കപ്പളങ്ങാപ്പഴം, വാഴയ്ക്ക, മഞ്ഞള്, കാച്ചില്, ചേമ്പ്. ഈ പ്രാവശ്യം കാച്ചിലും ചേമ്പൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് ചാച്ചേമ്പ് എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം കാപ്പിയെ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ. ഒരു അടിമാലിക്ക് പോയേക്കുക, ഈ ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ വരും. 15 മിനിറ്റ് കൊണ്ട് വരില്ല. മാറ്റിട്ട് വരുമോ? ബാ എടാ, അതും കൂടെ എടുക്ക. അതാ ബാഗ് മേടിച്ചോണ്ടാ മതി. ഞാനിവിടെ ഉണ്ടായിരുന്നു. പോട്ടെ, ഓക്കെ. സങ്കടം വരുവാടാ. ഞങ്ങളോട് കുറച്ച് ദിവസമായിട്ട് സങ്കടമായിരിക്കും. ആ ചെരുപ്പ് ചവിട്ടാതെ ആ കൂട് കൊണ്ടു മറിച്ചിട്ട് തന്നെ കാല് നീക്കി. ആ ഇരുന്നു. വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ, എടുത്തില്ലേ? മാറാതി. നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പണിയിലൊക്കെയാണ്. ഇനി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ദേ ഏലിക്കുട്ടിയമ്മയുണ്ട്. നമുക്ക് കിണ്ണങ്ക് വെച്ച് നമ്മുടെ മത്തി കിട്ടിയിട്ടുണ്ട്. നോർമൽ എന്നും കിട്ടുന്ന മത്തിയാണ്, പക്ഷെ ഇപ്പം മത്തിക്ക് വില കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച 1/2 കിലോയ്ക്ക് എത്രയായിരുന്നു അമ്മ? 50 രൂപ അല്ലേ? 1/2 കിലോയ്ക്ക് 50 രൂപ, കിലോയ്ക്ക് 100 രൂപ. ഇപ്പം 40 രൂപ കൂടി 140 രൂപ ആയിട്ടുണ്ട്. പക്ഷേ മത്തി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. മത്തിക്ക് ഇപ്പം ഇത്ര ടേസ്റ്റ് കൂടി വരുന്നുണ്ട്. ഇച്ചിരി വലിയ മത്തിയൊക്കെ കിട്ടിയേക്കുന്നത്. അതെ, ഏലിക്കുട്ടിയമ്മയും ചെറിയ പണികളിലൊക്കെയാണ്. അപ്പോൾ ആദ്യം ഉള്ളിലുണ്ട്. ഞാനപ്പോൾ വേഗം ഇത് വെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ, വിശക്കുന്നുണ്ട്. രാവിലെ ഞാൻ കുറച്ച് ഉപ്പുമാവ് കഴിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ഇതില്ലേ, നമ്മുടെ എന്തോ എൻ്റെ പേര് പറഞ്ഞാൽ ചേമ്പ്. അപ്പോൾ ആ ചേമ്പിൻ്റെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതും തോരൻ വെച്ച് മീനും വറുത്ത് നല്ല ചോറ് കഴിക്കുക. നല്ല റേഷനരി ചോറുണ്ട്, നല്ല വെള്ള അരി. അതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേഗം ഞാനിത് വെട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ 2 മീൻ നിലത്ത് പോയായിരുന്നേ, അതെടുത്തതാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ മീൻ വെട്ടുന്ന കത്രികയല്ല, നമ്മൾ ഇവിടെ തുണി വെട്ടുന്ന കത്രികയാണ്. പക്ഷേ വേറെ കത്രിക മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കത്രിക വെട്ടി ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ കത്തി കൊണ്ട് വെട്ടാൻ ഇപ്പം വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കത്രിക എടുത്താണ്. എന്നിട്ട് ഈ കത്രിക കൊണ്ട് വെട്ടി വേഗം നമ്മുടെ പണി അങ്ങ് തീരും. അപ്പോൾ ഇതെന്തായാലും വേഗം വെട്ടി ഇങ്ങോട്ട് ചെറപറാന്നിരട്ടെ. അതിന് ശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന
പപ്പായയാണ്. ഇവിടെ നമ്മൾ കപ്ലങ്ങ എന്നാണ് ഇതിന് പറയുന്നത്, പഴുത്താണ്. അപ്പം ഇതൊന്ന് ചെത്തി നോക്കാം. ഇന്നലെ അപ്പം നമ്മൾ ഒരെണ്ണം ചെത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരം ഉള്ളതാണ്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കണ്ടിച്ചിട്ട് ഞങ്ങൾ കഴിക്കാം കേട്ടോ. ഫ്രഷ് തന്നെയാണ്, ഫ്രഷ്. നാട്ടിലേക്ക് കിട്ടുന്ന നല്ല റേറ്റ് ആണല്ലേ അല്ലേ? ദേ ഇത് എവിടുന്ന് അവിടെ ആദ്യം കഴിക്കുവോ ഇങ്ങനെ പപ്പായൊക്കെ മേടിച്ച്? ഭയങ്കര റേറ്റ്. പപ്പായമരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇവരുടെ വീട്ടിൽ പപ്പായമരം ഉണ്ട്, അല്ലാതെ പുറത്തുനിന്ന് മേടിക്കും. പുറത്ത് മേടിക്കാനൊക്കെ രണ്ട് റേറ്റ് ആണ്, ഭയങ്കര റേറ്റ് ആണ്. നമുക്ക് പകുതി എടുത്താൽ മതി. നമ്മള് 3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി കഴിക്കാത്ത പകുതി നമുക്ക് മാറ്റി വെക്കാം, പകുതി എടുക്കാം. അയ്യോ, നല്ല സീഡുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ സീഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ, നമുക്ക് നട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റും കൂടി ആയതുകൊണ്ടാണ് ഇതിവിടെ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കും പപ്പായ പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഒത്തിരി കിട്ടാനുണ്ടായിരുന്നു, ചുമ്മാ ചാടിപ്പോവായിരുന്നല്ലോ. അപ്പം അന്ന് കിട്ടാനുള്ള സമയത്തൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഈ ഇല്ലാതെ വരുന്ന സമയത്താണ് എല്ലാത്തിനും. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. സ്നേഹമാണെങ്കിൽ പോലും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിന് നമുക്ക് വില ഉണ്ടാവില്ല. പക്ഷെ അത് കിട്ടാതാകുമ്പോഴാണ് അതിന് വില ഉണ്ടാവുക, അല്ലേ മേ? അല്ലേടാ അതി? അത് തന്നെ, ഇതുവരെയാണ് എല്ലാ കാര്യം. നമ്മൾ നന്നായിട്ട് വെട്ടിയിട്ട് ആദ്യത്തെ ഞാൻ ആദ്യം കൊടുക്കുവേ. അയ്യോ, വഴി അതിന്റെ കുരു നട്ടാ പോരെ? ഇതിന്റെ കുരു നടാൻ വേണ്ടിയിട്ടാണ്. കുരു എല്ലാം എടുത്തു നോക്കാം. നമ്മൾ ചെത്തിയിട്ട് അങ്ങ് പറക്കിയെടുത്താൽ മതി. ഇത് നല്ല പഴുത്താട്ടോ, അതുകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഗിളുകിളായി പോകുന്നു. എനിക്ക് ഇടതുകൈയാണേ, അപ്പം അമ്മയ്ക്ക് ഞാൻ ഇടതുകൈ കൊണ്ട് അരിയുന്ന കാണുന്നത് പേടിയാ. കണ്ടിച്ചിട്ട് നല്ല പഴുത്തതായതുകൊണ്ടേ. ഫ്രിഡ്ജ് വെച്ചാട്ടോ, ഇത് പുറത്ത് വെച്ചാൽ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ. ഇതിങ്ങനെ ചെന്നാക്കിക്കേ, കൂടുതലായിട്ട് എടുത്ത്, അതാ നല്ലത്. കഴിച്ചോ? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. കൊള്ളാം, സൂപ്പറാന്ന് പറഞ്ഞു. നല്ല മധുരം അല്ലേ? കൈ കഴിയട്ടെ ഞാൻ പോയി, എന്നിട്ട് കഴിക്കാം. സൂപ്പറാ. ആദ്യം കഴിക്കാതിട്ടുള്ളത് എൻ്റെ അല്ലേ? ഇവിടെ വന്ന പിന്നെ മുഖമൊക്കെ അങ്ങോട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് കറുത്തിട്ട് എന്ത് കോലം എനിക്ക് പോലും അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എൻ്റെ മുഖത്ത് എന്തോ ഭയങ്കര എന്താ വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ശരിയാ, വീർത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കളർ സ്കിൻ അതുപോലെ ഡാമേജ് ആയിട്ടുണ്ട്. അവിടുത്തെ കാലാവസ്ഥ പോയി, ഇവിടുത്തെ കാലാവസ്ഥയുടെ കേട്ടോ. അപ്പം നമ്മൾ കപ്പളങ്ങപ്പഴമൊക്കെ നമ്മളെ പപ്പായൊക്കെ കഴിച്ചു കഴിഞ്ഞു ശേഷം ഞാൻ ദേ കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ചേമ്പിൻ താള്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നേരെ പിടിയാതി. അപ്പം നമ്മൾ ഈ ചേമ്പിൻ താള് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. തോരൻ ഉണ്ടാക്കാൻ പോവാം കേട്ടോ, തോരൻ വെക്കാം. അപ്പം ഞാനിത് കണ്ടിക്കാൻ പോകണേ. ബാ, ഇവിടെ വെച്ചങ്ങ് കണ്ടിക്കാം, ഇവിടെ വെച്ചിട്ട് അങ്ങ് കണ്ടിക്കാം. ഇത് ചെറുതുകൾ വരുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ഇത് ഒരെണ്ണം പോരാ നമുക്ക്, ഇത് പിഴിഞ്ഞ് അരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചേ ഉള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഒരെണ്ണം കൂടെ നമുക്ക് കറക്കാം, കളയാം. അടുത്ത പുത്തൻ ഇറങ്ങട്ടെ. തൂർച്ചൊടുത്തായി പോയി, കുഴപ്പമില്ല. തൊലി നമ്മൾ അന്ന് കളഞ്ഞോണ്ട് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇതിങ്ങനെ കാണിച്ചാൽ തൊലി അങ്ങനെ നിസ്സാരം പോയി. അങ്ങനെ നമ്മുടെ സാധനം എന്തേ അടിപൊളിയായിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നു. ദേരിക്കുട്ടിയമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഇച്ചിരി ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. ആ പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ അതിന് ചെറുതായിട്ട് ചിലപ്പോൾ നാക്കൊക്കെ ചൊറിയാൻ ചാൻസ് വളരെ വെള്ളമായിട്ടിരിക്കും. പിന്നെ തീയിലൊക്കെ വയ്ക്കാനാണെങ്കിൽ പിഴിയണ്ട, തോരനാകുമ്പോൾ പിഴിഞ്ഞെടുക്കണം.
ഓക്കെ, എന്നാൽ വേഗം അരിയട്ടെ. ഞാനും അരിയാൻ കൂടിയാലേ ഇത് തീരത്തുള്ളൂ. അപ്പോൾ വേഗം ഞാൻ അരിയാൻ കൂടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കറി വെക്കാൻ നേരത്ത് കാണിച്ചു തരാം. ഓക്കെ, എന്തോ ചെയ്യുന്നേ അമ്മ? ഞാൻ ലിജിയുടെ വീഡിയോ കാണുക. അപ്പോൾ അമ്മയും മോനും കൂടെ കിടന്ന് അടിയാട്ടോ ഫോണിന് വേണ്ടിയിട്ട്. വീഡിയോ കണ്ടിട്ട് എന്താ കമൻറ്റ് വായിക്കുന്നോ? കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാണിച്ചു കൊടുക്കാൻ കറി സൂപ്പർ. കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാട്ടോ. കണ്ടോ കണ്ടോ? ആ, നമ്മുടെ കൊച്ചു അത്രയൊക്കെ ഓക്കെ ആയിട്ട് വന്നു കേട്ടോ. അതെ, ആ അപ്പം ഞാൻ എന്ത് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഭയങ്കര സന്തോഷം തോന്നി. നല്ല ദിവസത്തിൽ കാത്തിരിക്കുകയാണ്. എന്ത് മീനാ? മത്തി. മത്തി മത്തിക്കുഞ്ഞ്. കറി വെക്കണില്ലേ? കറി വയ്ക്കുന്നില്ല, വറുക്കുന്നതേ ഉള്ളൂ. കറി വയ്ക്കാന്ന് വെച്ചാൽ ഒരു സുഖമില്ല. മനസ്സിലായോ? ചെറിയ മത്തിയാണ്. അധികം മത്തി വറുത്തല്ലേ ഇഷ്ടം? ആ, എനിക്ക് വറുത്തതാ കൂടുതൽ ഇഷ്ടം. അമ്മ ദേ നന്നായിട്ട് വൃത്തിയായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. സ്പൂണിട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണിട്. എടുത്തിടും എന്നെങ്ങാനും എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ ഇട്ടോ, മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്. കുറച്ചില്ല, ഒരു സ്പൂൺ. ഒരു സ്പൂൺ മതി. കുറച്ചുകൂടി ഇട്ട്, തുള്ളി കൂടി. മതി 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 മതി. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞെരുകി ഞെരുകി ഞെരുകി. എന്താ അപ്പോഴത്തേക്കും അത് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് പിരിഞ്ഞെടുക്കുവാണേ. എന്താ മോനെ പച്ച കളറ്. അതെ, ഇങ്ങോട്ട് പിടിച്ചോ. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് ഇതേ ഈ പാത്രത്തിൽ നമ്മൾ ഇടുവാണ്. ഇത്രയും ഉണ്ട് അതിൻ്റെ വെള്ളം. ഈ വെള്ളം നമുക്കിനി ആവശ്യമില്ലത് നമുക്ക് കളയാം. അപ്പോൾ അതേ നമ്മളിവിടെ നമ്മുടെ ഇത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതേ നമുക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് 3-4 ഉള്ളിയും അതുപോലെ തന്നെ മുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയും ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ദേ നമ്മുടെ തേങ്ങ സെറ്റായി വെച്ചിട്ടുണ്ട്. അതെ, എണ്ണ ആദ്യമാണ് ഒഴിക്കുന്നത്. ഒഴിച്ചോ ഒഴിച്ചോ. ആ മതി 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 മതി. ഒത്തിരി എണ്ണ വേണ്ട നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞത് തിളയ്ക്കുമ്പോൾ എന്താ ഇടുന്നേ? കടുക്. കുറിച്ചി ഇപ്പം ഇടണ്ട, അത് തിളക്കട്ടെ. കുരുമുളകാ? ചേമേ കടുക് പോലും കാണാത്തവനോ? അതാണ് കടുക്. അറിയാം അറിയാം, കുരുമുളകാണത്. ഇട ഇട. ഇനി കുറച്ച് ഒരു സ്പൂൺ വേണ്ട, കുറച്ചിട്ടാൽ മതി. ആ ഇട്ടോ ഇട്ടോ, കുറച്ചുകൂടി ഇട്ടോ. ആ അത്രയും വേണ്ട. ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. ആ മതി മതി. മാറുന്ന ഇപ്പോൾ പൊട്ടിത്തെറിക്കും. അതെ, ആദ്യം കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തേക്ക് ഒരു സാധനം കൂടി ഉണ്ട്, ജീരകം. ജീരകം കണ്ടില്ല കേട്ടോ. ജീരകം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇത് തട്ടിയിടാൻ പോവാണ്. ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം പിരിഞ്ഞപ്പോഴേ ഉപ്പിട്ടുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇനി ഇട്ടാൽ മതി. ഇതൊന്ന് വേവട്ടെ. ഇത് നന്നായിട്ട് തേങ്ങ പോട്ട് ഇത് ഇളക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സവാള ഇടാം. പിന്നെ നമുക്ക് കറിവേപ്പിലയില്ല, ജീരകമില്ല, അതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ കുറവുണ്ട്. എങ്കിലും നമുക്കുള്ളതുപോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ നമ്മുടെ ഇത് ഒരുവിധം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ തേങ്ങ അരച്ചൊക്കെ ഇടാം, പക്ഷേ എനിക്കിങ്ങനെ അരച്ചിടുന്ന ഇഷ്ടമല്ല. ഈ തേങ്ങ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ ഇഷ്ടം.
കുറച്ച് നേരം കൂടെ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ കറി ഉണ്ടാക്കുമായിരുന്നു. ആ ഇറങ്ങി വരുമ്പോൾ ഒരാൾ ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചോറെടുത്തോ? നല്ല വെയില്. അയ്യോ എന്ത് വെയിലല്ലേ. കാട് വിട്ടോ? മടുത്തു പോയോ? കറി നിർത്തിയേരെ, നിലക്കിട്ട് നിർത്തിയേരെ. പറന്ന് നടക്കുന്നു. ഭയങ്കര കാറ്റും. എൻ്റെ സ്കിന്നൊക്കെ കണ്ട ഭയങ്കര ഡ്രൈ ആയിട്ട് വെച്ച് വെള്ളപ്പാണ്ട് പോലെ ഇരിക്കുന്നത്. എന്തോരം ഞാൻ ലോഷനൊക്കെ തേച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ മാന്തിയാലേ കണ്ടോ കഴിച്ചേ. എനിക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ പോലെ സ്കിൻ. അപ്പോൾ ചെന്ന് കഴിച്ചിട്ട് ഓക്കേ. കയ്യെ പപ്പടം പൊട്ടത്. ആ ശരി. കറി തോരൻ മീൻ വറുത്തത് അല്ല ചേമ്പന്താള്. മീ കറി ശരിയായോ? മറക്കടാ നീ നോക്കട്ടെ. നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല മണമാണ്. അങ്ങനെ അവന് ചോറ് നല്ല വെള്ളരി ചോറും മീൻ വറുത്ത് ഇട്ടോടുമ്മ. ആദ്യം കഴിച്ചിട്ട് അഭിപ്രായം പറയണ്ടേ. മീൻ വറുത്തതും ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തത് മീൻ കുറച്ച് എണ്ണയിൽ കുറച്ചധികം നേരം ഇരുന്ന് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പം ആദ്യക്കുള്ളതാണ്. ആദ്യം കഴിച്ചിട്ട് പറയടാ. ചോറ് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. കറി കഴിച്ചിട്ട് പറ. ആ കറിയും ചോറും കഴിച്ചിട്ട് പറ. എടാ ഈ കറി കഴിച്ചിട്ട് അഭിപ്രായം പറയടാ എങ്ങനെയുണ്ടെന്ന്. ആ ഇഷ്ടപ്പെട്ടോ? ചൂടുണ്ടല്ലേ? ഓക്കെ സൂപ്പർ. അതെ നമ്മുടെ ചോറും മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക. ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.